സുകുമാർ അഴീക്കോടിൻ്റെ പ്രഭാഷണത്തെക്കുറിച്ചോ സുകുമാർ അഴീക്കോടിനെക്കുറിച്ചോ VKN പറയുന്നത് പ്രസംഗം ഒരു സുകുമാര കലയാണ് എന്ന്. 7 പതിറ്റാണ്ട് കാലമാണ് സുകുമാർ അഴീക്കോട് പല തലമുറകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു. പ്രസംഗം ഒരു എളുപ്പമുള്ള കലയല്ല, വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കലയാണ്. മാർക്ക് ട്വെയിൻ ഒരു ദിവസത്തെ പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ പ്രസംഗം എങ്ങനെയുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, നീ ഏത് പ്രസംഗമാണ് ഉദ്ദേശിച്ചത്? ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ച പ്രസംഗമാണോ, ചെയ്ത പ്രസംഗമാണോ, അപ്പോൾ മുതൽ ഇങ്ങനെയൊക്കെ പറയാമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ച് ഞാൻ ഖേദിച്ചു കൊണ്ടിരിക്കുന്ന പ്രസംഗമാണോ, മൂന്നാമത്തേതാണെങ്കിൽ നല്ലതായിരുന്നു, അതെനിക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് മാർക്ക് ട്വെയിൻ പറയുന്നു. പക്ഷേ അഴീക്കോട് അങ്ങനെ ആയിരുന്നില്ല. അഴീക്കോടിന് ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാ പ്രസംഗങ്ങളിലും ഉണ്ടാകും. VVS ലക്ഷ്മൺ ക്രിക്കറ്റ് കളിക്കുന്നത് പോലെയാണ് അഴീക്കോട് ആരംഭിക്കുക. ഒന്നും എന്താണ്, ചിലപ്പോൾ 0 ആയിരിക്കും, ചിലപ്പോൾ 1 റൺ കാത്ത് മെല്ലെ ഒരാട്ടിൻകുട്ടിയോ പശുക്കുട്ടിയോ മുട്ടി കുടിച്ചതിന് ശേഷം നിർബാധം മുല കുടിക്കുന്നത് പോലെ അഴീക്കോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഈ തുടക്കത്തിലെ ഈ പ്രയാസം കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഈ വാക്കുകൾ, ഈ വാക്യങ്ങൾ, അതിമനോഹരങ്ങളായ വാക്യങ്ങൾ ചിറകടിച്ച് തുടങ്ങുകയും ചിറകടിക്കാതെ ആകാശത്തിൽ ഉയർന്ന വിതാനത്തിൽ നിൽക്കുകയും ചെയ്യുന്ന അസാധ്യങ്ങളായ വാക്യങ്ങൾ. അന്നൊക്കെ ചെറുപ്പത്തിൽ അഴീക്കോടിനെ പോലെ ആകാതിരിക്കാൻ ഒരുപാട് ക്ലേശിക്കേണ്ടിയിരുന്നു. ആരെയും തൻ്റെ ആകർഷണ പരിധിയിലേക്ക് കൊണ്ടുവരികയും എന്നാൽ അവർക്ക് ആർക്കും തന്നെ അനുകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതൊരു വിചിത്രമായ പ്രസംഗമായി മാറ്റുകയുമൊക്കെ ചെയ്തിരുന്നു അദ്ദേഹം. ശബ്ദ ഭാഗ്യമുള്ള സകലരും യേശുദാസ് ആകാൻ ആഗ്രഹിച്ച ഒരു കാലത്ത് പ്രസംഗിക്കാൻ മോഹമുള്ള സകലരും സുകുമാർ അഴീക്കോടാകാനാണ് ആഗ്രഹിച്ചത്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പോലും ഒരു വല്ലാത്ത ആകർഷണം, ഒരു ശയ്യാസുഖം. പാലക്കാട് മണിയയ്യർ മാത്രമല്ല, നേരത്തെ പറഞ്ഞ യേശുദാസും അദ്ദേഹത്താൽ വശീകരിക്കപ്പെട്ടത് ഈ ശബ്ദ സൗന്ദര്യത്താൽ ആണ്. സംഗീതമുള്ള ഒരു ഭാഷ, അതിലാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത്, നമ്മളെ വശീകരിച്ചത്. പക്ഷേ ആ വശീകരണമൊന്നും പോരാ പ്രസംഗത്തിന്. ഒരാൾ മാത്രം സംസാരിക്കുന്ന ഒരു കല ആർക്കാണ് ഇഷ്ടമാവുക, അല്ലേ? പക്ഷേ അത് കലയായിത്തീരുമ്പോൾ ഇഷ്ടമായിത്തീരുന്നു. അതാണ്. അപ്പോൾ അങ്ങനെ സുകുമാർ അഴീക്കോട് എങ്ങനെയാണ് 7 പതിറ്റാണ്ട് കാലം നിങ്ങൾക്ക് ഇത്രമേൽ ഇഷ്ടമുള്ള ഒരാളായി നമ്മുടെ സദസ്സിന് മറക്കാൻ കഴിയാത്ത ഒരനുഭവമായി മാറിയത് എന്നാണെങ്കിൽ അതിന് കാരണം അദ്ദേഹത്തിൻ്റെ സദസ്സുകളാണ്. കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ തവണ യു സെഡ് ഇറ്റ് എന്ന് പറഞ്ഞത്. അത്രമേൽ പറയേണ്ടത് പറഞ്ഞു എന്നതാണ് സുകുമാർ അഴീക്കോടിൻ്റെ പ്രാധാന്യം. ജനാധിപത്യം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ജനാധിപത്യത്തിന് വേണ്ടി അദ്ദേഹം നിരന്തരം സംസാരിച്ചു. പറഞ്ഞതധികവും അപ്രിയ സത്യങ്ങളായിരുന്നു. പ്രിയ സത്യങ്ങൾ പറയാൻ കുറവായിരുന്നു. അപ്രിയ സത്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, മുഖം നോക്കിക്കൊണ്ട്. സുകുമാർ അഴീക്കോടും MN വിജയനും ആയിരുന്നു ആ ഘട്ടത്തിലെ വലിയ പ്രഭാഷകർ. അതിനു മുമ്പ് സുകുമാർ അഴീക്കോടും മുണ്ടശ്ശേരിയുമായിരുന്നു വലിയ പ്രഭാഷകർ. അങ്ങനെ
രണ്ട് വലിയ തലമുറ വ്യത്യാസം. അതിൽ സുകുമാർ അഴീക്കോടിൻ്റെ വ്യത്യാസം, സദസ്യരുടെ മുഖത്ത് നോക്കി സദസ്സിൽ നിന്ന് യാദൃശ്ചികമായി കിട്ടുന്ന ഒരു പ്രചോദനം കൊണ്ട് ആരംഭിച്ച് അദ്ദേഹം പ്രസംഗത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. വിജയമാഷാകട്ടെ കണ്ണടച്ച് സംസാരിച്ചു. സുകുമാർ അഴീക്കോട് കണ്ണ് തുറന്ന് ഓരോരോ വ്യക്തിയെയും നോക്കി അവരോട് സംവദിച്ചു കൊണ്ടിരുന്നു. 7 പതിറ്റാണ്ട് കാലമാണ് ആത്മസംവാദ സുഖം അദ്ദേഹത്തിൻ്റെ സദസ്യൻ അനുഭവിച്ചത്. തൻ്റെ മനസ്സംഘർഷങ്ങളാണ് ഈ മനുഷ്യൻ അസുലഭമായ ഒരു ഭാഷയിൽ ആവിഷ്കരിച്ചു കൊണ്ടിരുന്നത്. ആ ഭാഷ വാസ്തവത്തിൽ തലശ്ശേരി കണ്ണൂർ ഭാഗത്തൊക്കെ ജീവിച്ച ഒരാൾക്കും അവരുടെ പ്രാദേശിക ഭാഷാ സ്വരൂപം കൂടാതെ സംസാരിക്കാനാവില്ല. എളുപ്പം പിടിക്കാം അവരേത് നാട്ടുകാരനാണ് എന്ന്. എന്നാൽ സുകുമാർ അഴീക്കോടിൻ്റെ ഭാഷ കുമാരനാശാൻ്റെ ഭാഷയായിരുന്നു. കുമാരനാശാൻ്റെ വൊക്കാബുലറി ഉപയോഗിച്ചാണ്, ശബ്ദകോശം ഉപയോഗിച്ചാണ് സംസ്കൃതവും മലയാളവും മധുരമായ ഒരു മണിപ്രവാളത്തിൽ കലർത്തി അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ ഭാഷ പുതുതായിരുന്നു. ആ വാക്കുകളൊക്കെ മനസ്സിൽ പതിയുന്നത് ആയിരുന്നു. ഓരോ വാക്കും പാഴായിട്ടില്ല. അങ്ങനെ പാഴാകാത്ത വാക്കുകളിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു സിദ്ധിയാണ്. നമ്മുടെ നാട്ടിലാകട്ടെ അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രദ്ധയെ 7 പതിറ്റാണ്ട് കാലം അതിനെ അദ്ദേഹം പ്രതിരോധിച്ചു നിന്നു. അങ്ങനെ പ്രതിരോധിച്ചു നിന്നത് നമുക്ക് അനിവാര്യമായത് നമുക്ക് ആകാത്ത ഭാഷയിൽ ശക്തമായി അദ്ദേഹം ആവിഷ്കരിച്ചു എന്നതിനാലാണ്. അങ്ങനെ വിഷയത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര രൂപം മാറിക്കൊണ്ടേയിരുന്നു എന്നർത്ഥം. മഹാത്മാഗാന്ധിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചോദനം. അദ്ദേഹത്തിന് പ്രോംപ്റ്റ് ചെയ്തത് വിവേകാനന്ദനും പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസരും നമ്മുടെ നാരായണ ഗുരുവും അരവിന്ദ ഘോഷും ഒക്കെയുള്ള ആത്മീയത കൂടിയുള്ള ഒരു കാലം അദ്ദേഹത്തിന് ഊർജ്ജസ്വലമായ ഭാഷയും സൗന്ദര്യവും നൽകിക്കൊണ്ടിരുന്നു എന്ന് വേണം പറയാൻ. ആ കാലത്ത് അദ്ദേഹം ആത്മകഥ ആരംഭിക്കുമ്പോൾ താൻ ജനിച്ച കഥ പറഞ്ഞുകൊണ്ടല്ല, വളർന്ന കഥ പറഞ്ഞുകൊണ്ടല്ല, മഹാത്മാഗാന്ധിയെ കണ്ട് സേവാഗ്രാമിൽ നിശബ്ദനായി ഇരുന്ന ഒരു സന്ദർഭത്തിലാണ് താൻ ജനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മഹാത്മാഗാന്ധിയിൽ ജനിച്ച ഒരാളുടെ ആത്മകഥയാണ് ആ പുസ്തകത്തിൽ ഉള്ളത്. മഹാത്മാഗാന്ധി എന്തദ്ദേഹത്തോട് പറഞ്ഞു കാണും? നിശബ്ദനായി, ഇത്രയും വാചാലമായ നിശബ്ദതയുള്ള ഒരാളായിരുന്നു മഹാത്മാഗാന്ധി. റെട്ടറിക്സ് ഉപയോഗിച്ചിരുന്നു. ആദ്യ തവണ മഹാത്മാഗാന്ധി 1916 ഈ കാശി വിദ്യാപീഠത്തിൻ്റെ തുടർന്നുള്ള വലിയ യൂണിവേഴ്സിറ്റി, ബനാറസ് യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടന വേളയിൽ അദ്ദേഹം ആഫ്രിക്കയിൽ നിന്ന് വന്ന പാടെയാണ് അദ്ദേഹം ആനി ബസൻ്റ് ക്ഷണിച്ചു. ആനി ബസൻ്റാണ് ക്ഷണിച്ചത്. വൈസ്രോയിയുള്ള ഇടമാണ്, നാട്ടുരാജാക്കന്മാരൊക്കെ അങ്ങനെ ഇരിക്കുന്നു. അവിടെ വെച്ച് മഹാത്മാഗാന്ധി ഇന്ത്യയിലെ തൻ്റെ ആദ്യത്തെ പ്രസംഗം ഒരു ഘോരമായ പ്രസംഗമാണ് നടത്തിയത്. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ക്ഷണമായിരുന്നു ഓരോ ദിക്കിൽ നിന്നും പ്രസംഗിക്കാനായി. പക്ഷേ ആ പ്രസംഗത്തിൻ്റെ ലാവണ്യം ഉപേക്ഷിക്കാനാണ് ഗാന്ധി തീരുമാനിച്ചത്. പിന്നീട് അദ്ദേഹം പ്രസംഗിച്ചിട്ടേയില്ല, സംഭാഷണം ചെയ്യുക മാത്രം ചെയ്തു. അർത്ഥവത്തായി ശബ്ദം താഴ്ത്തി ശ്രദ്ധാപൂർവം കേൾക്കുന്ന ഒരാൾക്ക് മാത്രം പറ്റുന്ന വിധത്തിൽ കേൾക്കുന്ന ഓരോരുത്തരുടെയും ആത്മാവിഷ്കാരമായി മാറുന്ന വിധത്തിൽ അദ്ദേഹം സംസാരിച്ചു.
നിശബ്ദത അതീവ വാചാലം ആയിരുന്നു. ആ നിശബ്ദതയ്ക്ക് മുമ്പിലിരുന്നത് കൊണ്ടാകണം എല്ലാ പ്രസംഗങ്ങളും ഗാന്ധി അഴീക്കോട് ആരംഭിക്കുന്നത് പതുക്കെ ചെറിയ ശബ്ദത്തിൽ. ശ്രദ്ധിച്ചാലേ മുൻനിരയിലുള്ളവരെ കേൾക്കൂ, പിന്നെ പിന്നെ അടുത്ത നിരയിലേക്ക് കേൾക്കാവുന്ന വിധം അതങ്ങനെ പരിണമിച്ചു കൊണ്ടിരുന്നു. അടിയിൽ സേവാഗ്രാമിൽ കണ്ട മഹാത്മാഗാന്ധിയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം എല്ലാ പ്രസംഗങ്ങളും ചെയ്തത് എന്ന് പറയാം. വാസ്തവത്തിൽ ഇവിടെ ശ്രീ പോൾ മണലിലൊക്കെ ചെയ്യുന്നത് വലിയ ഒരു സേവനമാണ്. ഇതാണ് സേതുബന്ധനോദ്യോഗമെന്തടോ എന്നല്ലേ പറയുക. വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഈ അണക്കെട്ട് കെട്ടുന്നത്? ആ വലിയ നദി ഒഴുകിപ്പോയിരിക്കുന്നു സുകുമാർ അഴീക്കോട് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ മുഖ്യ മാധ്യമം പ്രഭാഷണമായിരുന്നു. പ്രഭാഷണം അത് കഴിഞ്ഞില്ലേ. പക്ഷേ അതാണ് ഇവിടെ സംഭരിച്ചു വെച്ച് പകർത്തി എഴുതി വലിയ പ്രയാസമാണ്. അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയൊന്ന് പുസ്തകത്തിലാക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ റഫറൻസ് അത്ര വിപുലം ആയിരുന്നു. ഉപനിഷത്തും രവീന്ദ്രനാഥ് ടാഗോറും പ്ലാറ്റോയും ഒക്കെ വരുന്ന ഈ റഫറൻസുകൾക്ക് മുഴുവൻ അടിസ്ഥാനം കാണണം. എവിടെ നിന്നാണെന്നും അറിയണം, പറഞ്ഞതിൻ്റെ അർത്ഥം അറിയണം. വലിയ സംസ്കൃത പദങ്ങളൊക്കെ സുലഭമായിട്ട് വരും. അപ്പോൾ അതൊക്കെ ചെയ്യുന്നൊന്നും മാത്രമല്ല, നല്ല കിണർ കുഴിച്ചാലുള്ള മണ്ണ് തിരികെ ആ കിണറ്റിലിട്ടാൽ പാതിയേ കൊള്ളൂ, മണ്ണ് പുറത്തായിരിക്കും. അതുപോലെ ഈ നല്ല പ്രസംഗങ്ങൾ അഴിച്ച് പുറത്തിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വയ്ക്കുമ്പോൾ അതിലെത്രയോ അധികമായി തീരും. അതുകൊണ്ട് 1 മണിക്കൂർ ചെയ്ത ഈ പ്രഭാഷണങ്ങൾ നമുക്കൊരു ദിവസം വായിച്ചാൽ മതിയാകാത്ത വലുപ്പം ആർജിക്കുന്നു. അങ്ങനെയുള്ള പ്രഭാഷണങ്ങളുടെ ഒരു സമാഹാരം, 2 സമാഹാരം ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. അതിലൊന്ന് ഗാന്ധിയെക്കുറിച്ചാണ്, മറ്റൊന്ന് ലഹരിയെക്കുറിച്ചാണ്. ഞാൻ ഓർക്കുകയാണ്, ലഹരിയെക്കുറിച്ചാണ് സുകുമാർ അഴീക്കോട് ഇവിടെ പ്രഭാഷണം നടത്തുന്നത് എങ്കിൽ അദ്ദേഹം പറയുക, ലഹരി മനോഹരമായ ഒരു പദം ആണ്. പക്ഷേ മനുഷ്യൻ സ്വാഭാവികവും സ്വച്ഛന്തമായും അനുഭവിക്കേണ്ട ഈ ലഹരി അനുഭവിക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് കൃത്രിമങ്ങളായ ഉപായങ്ങളിലേക്ക് പോകുന്നു. അതൊന്നും യഥാർത്ഥ ലഹരി അയാൾക്ക് നൽകുകയില്ല എന്ന് പിന്നീടൊരു ഘട്ടത്തിലേ അയാൾക്ക് മനസ്സിലാകും. ഇങ്ങനെ ലഹരിയെക്കുറിച്ച് ഏറ്റവും ഹൃദ്യമായി അദ്ദേഹം പ്രസംഗിച്ചതിനെ നമുക്ക് മിസ്സ് ചെയ്യുന്നു ഓരോ ഘട്ടത്തിലും സുകുമാർ അഴീക്കോടിനെ എന്നാണ് ഞാൻ പറയുന്നത്. സുകുമാർ അഴീക്കോട് പ്രസംഗിച്ചു കൊണ്ടിരുന്ന അക്കാലത്ത് മിസ്സ് ചെയ്യുക എന്ന് പറയുന്ന പ്രയോഗമില്ലായിരുന്നു. അത് ഒരുപക്ഷെ ഏറ്റവും ഉചിതമായി നമുക്ക് ഇന്ന് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരാൾ സുകുമാർ അഴീക്കോടിൻ്റെ സാന്നിധ്യം എന്ന അർത്ഥത്തിൽ ആണ്. പിന്നെ ഗാന്ധി ഒരാളെയും പരിഹസിക്കുമായിരുന്നില്ല, നിഷേധിക്കുമായിരുന്നില്ല. ആനയെ കണ്ട അന്ധനെ പോലെ എന്ന് പറയുന്നതിന് ഗാന്ധി പറയുക, അന്ധൻ ശരിയാണ്. നമ്മൾ കാണുന്ന ആനയും ആനയോളമുണ്ടോ എന്ന് നിങ്ങൾ ഓർക്കണം എന്നാണ്. ഓരോ ആളും അവനവൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് കാണുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാണ് ഇമ്മാനുവൽ കാൻ്റൊക്കെ നമ്മളോട് പറയുന്നത്. നമ്മുടെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിമിതിയോ സാധ്യതയാണ്, അത് വ്യക്തിപരം. അതുകൊണ്ട് ഒരന്ധൻ ആനയെ കണ്ടു എന്ന് നമ്മൾ പറഞ്ഞിട്ട് ചൂലാണ്, മുറമാണ്, തൂണാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അയാളെ സംബന്ധിച്ച് പരമസത്യമാകുന്നത് കൊണ്ട് ആ പരമസത്യം ഗ്രഹിച്ചാലല്ലാതെ നിങ്ങൾക്ക് അയാളോട് സംവദിക്കാൻ സാധ്യമല്ല എന്ന് ഗാന്ധി പറയുന്നു. ആരെയും കേട്ടു.
ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം, അതിൽ ഗാന്ധിയെ അങ്ങേയറ്റം ഇകഴ്ത്തിക്കൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കാതെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക, നിഷേധിച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ആ നിഷേധത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗാന്ധി മറുപടി പറയുക. തന്നെ എതിർക്കുന്നവരുടെ എതിർപ്പിൻ്റെ വാസ്തവം മനസ്സിലാക്കിയിട്ടാണ് ഗാന്ധി സംസാരിക്കുക. ഈ സംസാര രീതിയുടെ പേരാണ് സംവാദം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ ജീവൻ സംവാദമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന കൃതി ഈ വിധത്തിൽ എഴുതപ്പെട്ടത്. ഗാന്ധി സംവാദത്തിൽ വിശ്വസിച്ചു. ആഫ്രിക്കയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വക്കീൽ പണി വാസ്തവത്തിൽ അതും ചെയ്ത് പണമൊക്കെ ആക്കി നാട്ടിലേക്ക് മടങ്ങാവുന്നതാണ്. അതിനാണ് അദ്ദേഹം പോവുകയും ചെയ്തത്. ഗാന്ധി പക്ഷേ എപ്പോൾ എവിടേക്ക് പോയാലും എത്തിയത് ഉദ്ദേശിച്ചിടത്ത് മാത്രം ആയിരുന്നില്ല. ഗാന്ധിയെക്കുറിച്ച് പറയപ്പെട്ട മനോഹരമായിട്ടുള്ള വാക്യം, മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഒരു ദിവസവും ഗാന്ധി ജീവിച്ചിട്ടില്ല എന്നതാണ്. ഗാന്ധി പുതിയ ആളായിരുന്നു എന്നും ഹെറാക്ലിറ്റസ് പറയുന്നില്ലേ, ഒരു പുഴയിൽ നിങ്ങൾക്ക് 2 തവണ കാലുകുത്താനാവുകയില്ല എന്ന്. 3000 വർഷങ്ങൾക്ക് ശേഷവും ആ പുഴയിൽ രണ്ടാമതൊരിക്കൽ കാലുകുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ ചൈതന്യമുള്ള ഒരു നദിയായിരുന്നു മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നും വക്കീലാകാൻ പോയത്, പണമുണ്ടാക്കാൻ പോയത്. അവിടെ എത്തിയപ്പോൾ ആദ്യം കിട്ടിയ കേസ് തന്നെ 2 സഹോദരന്മാർ തമ്മിലുള്ള തർക്കത്തിൻ്റെ കേസ്. ഇവരെന്തിനായി ഈ സഹോദരങ്ങൾ തർക്കിക്കുന്നത്? അവരെ അനുരഞ്ജിപ്പിച്ചുകൂടെ? അവരോളം പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യവും സന്ദർഭങ്ങളും ആർക്കുണ്ട്? അതുകൊണ്ട് അവരെ 2 പേരുമായി മാറി മാറി സംസാരിച്ച് കോടതിയിൽ പോകാതെ ആ കേസ് അവസാനിപ്പിക്കുകയാണ് ഗാന്ധി ചെയ്തത്. അന്നു മുതൽ അനുരഞ്ജനത്തിൻ്റെ ഭാഷയാണ്, ലാഭത്തിൻ്റെ ഭാഷ ഉപേക്ഷിച്ച് ഗാന്ധി സ്വീകരിച്ചത്. ഈ അനുരഞ്ജനത്തിൻ്റെ ഭാഷ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഘട്ടത്തിലും നേരത്തെ പറഞ്ഞതുപോലെ ഗാന്ധിയുടെ ഈ മാറ്റം ഒരുപക്ഷെ തൻ്റെ ചിന്താ പദ്ധതിയുടെ മാറ്റമായിരിക്കാൻ സുകുമാർ അഴീക്കോടിനെ സഹായിച്ചിട്ടുണ്ടാകാം. നിരന്തരമായി വളർന്ന ഒരാളായിരുന്നു ഗാന്ധി. എന്തും കേൾക്കാൻ സന്നദ്ധനായിട്ടുള്ള ഒരാളായിരുന്നു ഗാന്ധി. സുകുമാർ അഴീക്കോട് ക്ഷിപ്രകോപിയാണ് പലപ്പോഴും. പക്ഷേ ആ കോപമൊക്കെ അടങ്ങി അദ്ദേഹം അതുകൂടി ഉൾക്കൊണ്ട് അടുത്ത ഘട്ടത്തിൽ വിശാല ഹൃദയത്തോടുകൂടി സംസാരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം ഈ സംഘർഷം അനുഭവിച്ചു. ഈ സംവാദത്തിന് അടിസ്ഥാനം അതാണ് ഈ ക്ഷോഭങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. അങ്ങനെ ഈ മഹാത്മാഗാന്ധി നേരത്തെ പറഞ്ഞതിൻ്റെ 1-2 ഉദാഹരണം കൂടി പറഞ്ഞാൽ, 2 പല്ലും പോയി, ഈ തീവണ്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ടു. അവിടെ കിടന്നപ്പോൾ ആ ഘോരരാത്രിയിലാണ് ഏറ്റവും വലിയ നിശബ്ദത ഗാന്ധി മനസ്സിലാക്കുന്നത്. മനുഷ്യൻ എത്ര ഏകാകിയാണ് എന്ന് തിരിച്ചറിയുന്നത്. എന്തു ചെയ്യും തന്നെ ഈ വിധത്തിൽ ഉപയോഗിച്ച ഈ മനുഷ്യരോട്? അവർക്ക് താൻ എന്തു ചെയ്താലും അത് മനസ്സിലാകാവുന്ന മനസ്ഥിതിയല്ല ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഗാന്ധി തൻ്റെ നാട്ടുകാരോട് ചോദിച്ചു, ഇങ്ങനെ തന്നെ തുടരുമോ? ഇത് നമുക്കൊന്നും ചെയ്യാനില്ലേ ഇവരോട്? അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, മലയിൽ തലയിട്ടടിച്ച് അത് പൊട്ടിക്കാൻ സാധിക്കുമോ നമുക്ക്? പർവ്വതത്തിൽ തല കൊണ്ടിടിച്ച് നിങ്ങൾക്കത് തകർക്കാനാകുമോ എന്ന് ചോദിച്ചപ്പോൾ, എന്നാൽ എന്തുകൊണ്ടായിക്കോടാ എന്ന് വിചാരിക്കുകയും തല കൊണ്ട് തന്നെ ഇടിച്ച് 1 വർഷത്തിനകം സത്യാഗ്രഹ സമരങ്ങളിലൂടെ ആ നാട്ടിലെ അസ്വതന്ത്രർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ തുമ്പ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഗാന്ധി. അസാധ്യമായത് ചെയ്തു.
അഹമ്മദാബാദ് മിൽ സമരത്തിൻ്റെ സമയത്ത് സമരം പരാജയപ്പെടുക. എന്തു ചെയ്താലാണ് സമരം വിജയിക്കുക? അദ്ദേഹം അതുവരെ നിരാഹാര സത്യാഗ്രഹത്തെക്കുറിച്ച് ആലോചിച്ചിട്ടേയില്ല. അപ്പോഴയാൾ പ്രഖ്യാപിക്കുന്നു, ഞാൻ നിരാഹാര സത്യാഗ്രഹം നടത്താൻ പോകുന്നു. ആ പ്രഖ്യാപനം കേട്ടിട്ട് ഇതാ ഇവിടെ കലാമണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റ് ഡയറക്ടറായിട്ടുള്ള ഒരാളുണ്ടല്ലോ, സാരാഭായിയുടെ മകളുടെ മകൾ, അവരുടെ അമ്മയുടെ അമ്മ പൊട്ടിക്കരയുകയാണ്. ഒരാൾ ഒരു സമരത്തിന് വേണ്ടി ജീവൻ ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുന്നു. ആദ്യമായി ഇന്ത്യ ചരിത്രത്തിൽ, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ. എവിടുന്ന് കിട്ടി ഇത്? ഇപ്പോൾ ഗോഡ്സെ ഗാന്ധിയെ കൊല്ലുമ്പോൾ കാരണമായി പറഞ്ഞത് ഇയാൾ ഇന്ത്യക്കാരെ മുഴുവൻ സ്ത്രീകളാക്കി മാറ്റി എന്നാണ്, നട്ടലില്ലാത്തവരാക്കി മാറ്റി എന്നതാണ്. സ്ത്രീകളാക്കി മാറ്റി എന്നത് ഒരു ബഹുമാനമായിട്ട് മാത്രമേ ഗാന്ധി കൈക്കൊള്ളുമായിരുന്നുള്ളൂ. കാരണം നിരാഹാര സത്യാഗ്രഹം അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തത് മറ്റാരും ആയിരുന്നില്ല, തൻ്റെ അമ്മയും അവരുടെ അമ്മയും ഒക്കെ ആയിരുന്നു. പിണക്കങ്ങൾക്ക് മറ്റൊരു പ്രതിവിധിയുമില്ല തൻ്റെ ഗൃഹനാഥൻ്റെ മനസ്സ് മാറ്റാൻ എന്ന് മനസ്സിലാക്കി ആര് തന്നെ ഉപദ്രവിച്ചോ അവരുടെ മാനസാന്തരത്തിനായി സ്വയം പീഡനം അനുഭവിക്കുക അല്ലാതെ വഴിയില്ല എന്നുകൊണ്ട് സ്വയം പീഡനത്തിൻ്റെ ഈ മാതൃക മഹാത്മാഗാന്ധിക്ക് ഉപദേശിച്ചത് സ്വന്തം അമ്മയാണ്, സ്ത്രീയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യമായ ആധാരം എന്ന് ഗാന്ധി വിചാരിച്ചു. നാം ആദ്യം കാണുന്നത് ഒരു സ്ത്രീയെയാണ്, മനുഷ്യൻ്റെ മഹാമാതൃകയായി. എത്ര കണ്ട് നമ്മളെ സ്നേഹിക്കാമോ അത്രയും കണ്ട് നമ്മളെ സ്നേഹിച്ച ഒരാൾ. ഈ സ്ത്രീകളെക്കുറിച്ച് മിത്ത് എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. പിന്നെ മറിയ റുക്കേസർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുടെ, അമേരിക്കൻ എഴുത്തുകാരി. ആ കവിത ഇങ്ങനെയാണ്. പിന്നെ ഈഡിപ്പസ് റെക്സ് കഥയൊക്കെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈഡിപ്പസ് റെക്സ് ജനിച്ച പാടെ ഡൽഹിയിലെ ഒറക്കിൾ പറഞ്ഞു, ഇയാൾ വളർന്നാൽ അച്ഛനെ ഉപേക്ഷിക്കും, അച്ഛനെ കൊല്ലും, അമ്മയെ സ്വീകരിക്കും, അങ്ങനെ സദാചാര വിരുദ്ധമായി നാട് മാറും എന്ന്. അപ്പോൾ അതിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അയാൾ ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെ കുമാരൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിലൊരു വലിയ പ്രശ്നമുണ്ടായി. ഒരു പ്രഹേളികയ്ക്ക് ഉത്തരം കൊടുക്കണം. ആ പ്രഹേളിക ഇതായിരുന്നു. അപ്പോൾ അതിന് ഉത്തരവൊക്കെ കൊടുത്തു. ഉത്തരം എന്താണെന്ന് ഞാൻ പറയാം. ഉത്തരവൊക്കെ കൊടുത്തു. അങ്ങനെ അയാൾ സ്വീകാര്യനായി, രാജാവായി. പിന്നെ കാലം മുന്നേറി. കുറേ കാലം കഴിയുമ്പോഴതാ നാട്ടിൽ മുഴുവൻ രോഗങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഡൽഹിയിലെ ഓറക്കിളിനോട് ചോദിച്ചപ്പോൾ ഡൽഹിയിലെ ഓറക്കിൾ പറഞ്ഞു, നിങ്ങളുടെ രാജാവ് അമ്മയെ വിവാഹം കഴിച്ചിരിക്കുന്നു, അച്ഛനെ കൊന്നിരിക്കുന്നു. ഈ രാജ്യത്ത് ഇതൊക്കെ അല്ലാതെ എന്താണ് സംഭവിക്കുക? അതറിഞ്ഞു. അത് ശരിയാണോ എന്ന് പരിശോധിച്ചു. അതിനുശേഷം അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല അയാൾ. എന്നാലും തൻ്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിച്ച് ഈഡിപ്പസ് തെരുവിൽ നടക്കുമ്പോൾ യാദൃശ്ചികമായി നേരത്തെ പ്രഹേളികാവാക്യം ഉച്ചരിച്ച സ്ഫിങ്സിനെ കാണുന്നു വഴിയിൽ വെച്ച്. അപ്പോൾ അയാൾ ചോദിച്ചു, സ്ഫിങ്സിനോട് ചോദിച്ചു, എന്താണ് എനിക്കിങ്ങനെ വരാൻ? അപ്പോൾ സ്ഫിങ്സ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കടങ്കഥയ്ക്ക് തന്ന ഉത്തരം ഓർക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ച ഇതാണ്. രാവിലെ 4 കാലിലും ഉച്ചയ്ക്ക് 2 കാലിലും വൈകുന്നേരം 3 കാലിലും നടക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞ ഉത്തരം മേൻ എന്നായിരുന്നു. പാതിയിലധികം വരുന്ന സ്ത്രീകളെ അങ്ങ് കണ്ടതേയില്ല. അതിൻ്റെ ഫലമാണ് ഈഡിപ്പസ് അനുഭവിച്ച ദുരന്തം എന്ന് മറിയ റുക്കേസർ പുതിയ വിവേകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. ഈ പുതിയ വിവേകമൊക്കെ
ആദ്യം സുലഭമായി ഉദിച്ച ഒരു മനസ്സായിരുന്നു ഗാന്ധി എന്ന് പറഞ്ഞിട്ട് ആ ഗാന്ധിയെക്കുറിച്ചുള്ളതാണ് ഈ പ്രഭാഷണങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് പതുക്കെ ഈ ജനാധിപത്യത്തെക്കുറിച്ച് കുറഞ്ഞ വാക്കുകൾ പറയും. ഗ്രീസിലാണ് ജനാധിപത്യം ഉണ്ടാകുന്നത്. പക്ഷേ ജന്മത്തിൽ തന്നെ ഒരു പിഴച്ച ശിശുവായിട്ടാണ് ജനാധിപത്യം വളർന്നത്. കാരണം അവിടുത്തെ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സവർണർക്ക്, സമ്പന്നർക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. സ്ത്രീകൾക്കില്ല, അടിമകൾക്കില്ല. 3/4 ജനങ്ങൾക്കും വോട്ട് ചെയ്യാൻ അധികാരമില്ലാത്ത ഒരു പ്രാതിനിധ്യ ജനാധിപത്യമാണ് ആദ്യമായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത്. സത്യത്തിൽ ഇന്നും അതുതന്നെയല്ലേ അവസ്ഥ? ഗാന്ധി പറയുന്നത് പോലെ സ്വന്തം ഭാഗതയെയും സ്വയം നിർണയിക്കാൻ സ്വാതന്ത്ര്യമുള്ള എത്ര പേരാണ് ഇന്നും ഭാരതത്തിൽ വോട്ട് ചെയ്യുന്നത്? നിങ്ങളുടെ അഭിപ്രായമാണോ, നിങ്ങളെ സ്വാധീനിക്കുന്നതിൻ്റെ ശക്തിയാണോ നിങ്ങളുടെ വോട്ടിന് പിന്നിൽ ഉള്ളത്? ഈയിടെ ആരാണ് പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ആൾ പറഞ്ഞു, ഇതൊരു കൈക്കൂലിയാണ് ഇപ്പോൾ കൊടുക്കുന്ന DA 2 ഗഡു എന്ന് പറഞ്ഞു. എല്ലാം കൈക്കൂലിയല്ലേ? അയാളുടെ മന്ത്രിസഭ വന്നാലും അന്നും കൈക്കൂലി കൊടുക്കും. ആർക്ക്? ഈ സമ്മതിദായകന്. കൈക്കൂലി വാങ്ങി അയാൾ വോട്ട് ചെയ്യും. ചെയ്യാവുന്നത് മുഴുവൻ കൈക്കൂലിയാണ് എന്ന് ജനങ്ങളെ ധരിപ്പിച്ചാലല്ലാതെ അവർ വോട്ട് കൊടുക്കില്ല. മനുഷ്യ നന്മയ്ക്കായി ഈ ജനാധിപത്യ പ്രക്രിയയിൽ ആരും ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് ഈ തിരിച്ചു കിട്ടാനുള്ളത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. വലിയ അളവിൽ നമ്മളെല്ലാവരും പ്രലോഭിതരായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ആദിവാസികൾ മാത്രമല്ല, ദളിതർ മാത്രമല്ല, സ്ത്രീകൾ മാത്രമല്ല, അവരിലൊക്കെ സ്വന്തം ഭാഗതയും സ്വയം തിരിച്ചറിയുന്ന വ്യക്തികളുമുണ്ട്. പക്ഷേ ഭൂരിഭാഗം, മെജോറിറ്റി ഭരിക്കുക എന്ന് പറഞ്ഞാൽ വോട്ട് അർത്ഥശൂന്യമായി ഉപയോഗിച്ചവർ ഭരിക്കുന്നു എന്നാണ് അർത്ഥം. മെജോറിറ്റേറിയനിസത്തിൽ ഒരു കാര്യവുമില്ല. കാരണം ആട്ടിത്തെളിച്ച് ബൂത്തിലെത്തിക്കുകയാണ് ആളുകളെ, പല സമ്പ്രദായങ്ങളെത്തിച്ച് കൊടുക്കുകയാണ്. ഇനി ജയിച്ച ആൾക്ക് തന്നെ MLA-മാർക്കൊക്കെ എത്ര കോടി കൊടുത്തിട്ടാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അവരെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത്? എന്ത് ജനാധിപത്യമാണ് ഭാരതത്തിൽ ഉള്ളത്? ജനാധിപത്യം എന്ന ആദർശമുണ്ട്, പ്രയോഗത്തിൽ ജനാധിപത്യം ഇല്ല. ജനാധിപത്യത്തിൽ ഗാന്ധി പറയുന്നത് പോലെ ജനാധിപത്യം വ്യക്തി കേന്ദ്രീകൃതമായ ഒരു സമീപനമാണ്. സോഷ്യലിസം സമൂഹ കേന്ദ്രീകൃതമായ ഒരു സമീപനവും ആണ്. ആ വ്യക്തി കേന്ദ്രീകൃതമായ സമീപനം വ്യക്തിയിലൂടെ അല്ലാതെ സമൂഹമില്ല എന്ന് വിചാരിക്കുന്നു. മറ്റേ രീതി സോഷ്യലിസം സമൂഹത്തിലൂടെ അല്ലാതെ വ്യക്തിത്വമില്ല എന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടും ദുഷിക്കുന്നു. കമ്മ്യൂണിസം ടോട്ടാലിറ്റേറിയനിസമായി മാറുന്നു. ജനാധിപത്യവും ഫാസിസമായി മാറും. ജർമ്മനിയിൽ അത് ഫാസിസമായി, ജനാധിപത്യം തന്നെയാണ്. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ഇങ്ങനെ മെജോറിറ്റിയാണ്. പക്ഷേ ആ മെജോറിറ്റി പെരുമാറിയതെങ്ങനെയായിരുന്നു ഈ മഹാദുരന്തങ്ങളിൽ എന്നാലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും മെജോറിറ്റേറിയനിസം ശരിയല്ല എന്ന്. എന്താ പ്രതിവിധി ഏകാധിപത്യമാണോ? രണ്ടാണ് വഴി. ഒന്ന് ജനാധിപത്യം, ഒന്ന് ഏകാധിപത്യം. എത്ര മുഷിഞ്ഞാലും ഇക്കാലമത്രയും പേരിനെങ്കിലും ഇന്ത്യയിൽ ജനാധിപത്യം നിലനിന്നു. ആ ജനാധിപത്യത്തിൻ്റെ ശക്തി കൊണ്ടൊരു ഭരണഘടനയുണ്ടായി. അസാധാരണമായ നന്മകൾ തുന്നിച്ചേർത്ത ഒരു ഭരണഘടന. അതാണ് ഇന്നും ഈ നാട് ഒരു ഫാസിസ്റ്റ് രാജ്യമാകാതിരിക്കാൻ വേണ്ടി തുണയ്ക്കുന്നത്.
അതിൽ വ്യക്തിപ്രഭാവമുള്ള അംബേദ്കറും അങ്ങനെ അനവധി പേർ ചേർന്ന് ഉണ്ടാക്കിയതാണ് ഈ ഭരണഘടന. വ്യക്തികളുണ്ടാക്കിയതാണ്. അങ്ങനെ പരസ്പരം ഭിന്നമായ ആശയങ്ങളുള്ള ഭിന്നരുചികളായ വ്യക്തികൾ സൃഷ്ടിച്ചതാണ് ഈ ഭരണഘടന. ഈ ഭരണഘടനയാണ് ജനാധിപത്യത്തിന് ഇവിടെ കാവൽ നിൽക്കുന്നത്. എന്നിട്ടും 2.5 വർഷക്കാലം ഇവിടെ അടിയന്തരാവസ്ഥയുണ്ടായി. ജനാധിപത്യം അധികാരത്തിലേറ്റുമ്പോൾ അധികാരം അവരെ ജനാധിപത്യ വിരുദ്ധരാക്കുന്നു. അങ്ങനെ 2.5 വർഷക്കാലം. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. അത് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിരുന്നു. ഒരു കൃത്യദിവസം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പ്രഖ്യാപിക്കുന്നത് കൃത്യദിവസം തന്നെ പിൻവലിക്കപ്പെടുകയും ചെയ്തു. അത് 2.5 വർഷമേ നീണ്ടു നിന്നുള്ളൂ. അതിന് വർഗീയമായ ഒരു അജണ്ടയുണ്ടായിരുന്നില്ല. അതിന് രാഷ്ട്രീയാധികാരത്തിൻ്റെ അഹംഭാവമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ 9 വർഷമായി നമ്മൾ അനുഭവിക്കുന്നത് അടിയന്തരാവസ്ഥയാണ്. അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ. എന്തെല്ലാം അത് സാധിച്ചു എന്നോർക്കുക. ജാനകി എന്ന് പറയുന്ന പേര് ഉപയോഗിക്കാൻ നമുക്ക് പറ്റാത്ത വിധത്തിൽ എന്തൊരു അശ്ലീലമായ അസ്വാതന്ത്ര്യമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ഭാരതാംബ കാവ്യെടുത്തു, ഭാരതാംബ സിന്ദൂരമണിഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന 2 രാജ്യങ്ങൾ തമ്മിൽ നടന്ന യുദ്ധം 2 മതങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് എന്ന് വ്യംഗ്യന്തരേണ സൂചിപ്പിക്കപ്പെട്ടു. അങ്ങനെ ജനങ്ങൾ സ്വീകരിച്ചു. കോൺഗ്രസിൻ്റെ മുഖ്യനായ ഒരാളെ പിടിച്ച് രാജ്യത്ത് മുഴുവൻ ആ ഘോഷത്തിൻ്റെ മഹത്വം പറഞ്ഞു നടക്കാൻ അവരുപയോഗിച്ചു. അതാണ് വിജയത്തിൻ്റെ ഒരു പരമാവധി കാണണം. ഏതൊന്നാണോ അവരെ അധികാരത്തിലെത്താൻ ഗാന്ധിയുടെ മരണം വരെ തടഞ്ഞത്, പിന്നീടും ഗാന്ധിയുടെ സ്വാധീനം കൊണ്ട് അവർക്ക് വരാൻ കഴിയാതെ പോയത്, ആ സ്വാധീനത്തെ നിർമൂലനം ചെയ്യാനും ഈ 9 വർഷം കൊണ്ട് അവർക്ക് ഏറെക്കുറെ സാധിച്ചു. ഭാരതമാതാവിനെക്കുറിച്ച് ഇന്നലെ സുധാമേനോൻ്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു മലയാള മനോരമയിൽ. നിങ്ങളത് വായിക്കേണ്ടതാണ്. അതിലെ ആശയം ഇതായിരുന്നു: നമുക്കൊരു ഭാരതമാതാവ് ഉണ്ടായിരുന്നു. 1936 കാശിയിൽ ഒരു വിദ്യാപീഠത്തിനോട് ചേർന്ന് ഒരു ക്ഷേത്രത്തിൽ അത് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നു. മഹാത്മാഗാന്ധിയും മൗലാന അബ്ദുൽ കലാം ആസാദും അതിർത്തി ഗാന്ധിയും നെഹ്റുവും വല്ലഭായ് പട്ടേലും ഇന്ത്യയെ പ്രമുഖരായ എല്ലാ പുരോഹിതന്മാരും, സോഷ്യലിസ്റ്റിൻ്റെ അല്ല ജനാധിപത്യത്തിൻ്റെ പുരോഹിതന്മാരും കൂടെ ഉണ്ടായിരുന്നു. അന്ന് ആ ഭാരതമാതാവ് എന്ന ഭാരതമാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എന്തായിരുന്നു അതിലെ പ്രതിഷ്ഠ? അതിലെ പ്രതിഷ്ഠ ഇന്ത്യ ഭൂപടം ആയിരുന്നു. മാർബിളിൽ പണിത ഭാരതത്തിൻ്റെ ഭൂപടമായിരുന്നു അതിലെ പ്രതിഷ്ഠ. അതാണ് ഭാരതമാതാ. നദിയും മലയും എല്ലാമുള്ള സസ്യശ്യാമള സുന്ദരമായിട്ടുള്ള വൈവിധ്യങ്ങളുടെ മരുഭൂമി മുതൽ ഇങ്ങ് തണുപ്പ് കൊണ്ട് നിൽക്കാൻ കഴിയാത്ത ഊട്ടി വരെയുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള നാട് അല്ലേ രാജസ്ഥാൻ മുതൽ. ഇങ്ങനെ പ്രകൃതിയിൽ, ഇങ്ങനെ മനുഷ്യാചാരങ്ങളിൽ, വിശ്വാസങ്ങളിൽ എന്തൊരു വൈവിധ്യമുള്ള ആ നാടിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള, എന്തുകൊണ്ട് ഈ വൈവിധ്യം വന്നു എന്നതിൻ്റെ സാക്ഷ്യമായിട്ടുള്ള ഒരു ഭൂപടമായിരുന്നു അവിടെ ഭാരതമാതാവ് എന്നർത്ഥം. കോൺഗ്രസ്സുകാർ ചെയ്ത വലിയ അപരാധങ്ങളിലൊന്ന് ഈ ക്ഷേത്രത്തെ മറന്നു എന്നതാണ്. വാസ്തവത്തിൽ എന്തൊരു പ്രതിരോധമാകുമായിരുന്നു അത്. ഇങ്ങനെയല്ലേ ഒരു ഭാരതമാതാവ് ഉണ്ടാകേണ്ടിയിരുന്നത്? ഇന്നോ ആരുടെയോ കാവി അണിഞ്ഞ് ആ പാവം സ്ത്രീ നിൽക്കുന്നു.
അപ്പം ഇങ്ങനെ 9 വർഷങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം പടിപടിയായി ഇല്ലാതായിരുന്നു. അപ്രഖ്യാപിതമായതുകൊണ്ട് ഇതിനൊരവസാനം ഉണ്ടാവുകയില്ല. അഥവാ ഈ ഭരണകൂടം മാറിയാലും ഇന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളുടെ ഫലമായി ഒരുതരം വർഗീയത ഈ നാട്ടിൽ നിന്ന് ഇനി ഒരിക്കലും പോകാത്ത വിധത്തിൽ ഉറച്ചും കഴിഞ്ഞിരിക്കും. അതോടുകൂടി ജനാധിപത്യം എന്ന് പറയുന്നത് ഫാസിസമായി സുഖമായി പരിണമിക്കും. എങ്ങനെ ഈ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ സാധിക്കും? എങ്ങനെ ഈ ജനാധിപത്യം? പക്ഷേ ഏകാധിപത്യം അതിനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സോവിയറ്റ് റഷ്യയിൽ വാസ്തവത്തിൽ എനിക്ക് തോന്നാറുണ്ട് സോവിയറ്റ് റഷ്യയെ അനുകരിച്ചതാണ് ഇന്ദിരാഗാന്ധിക്ക് പറ്റിയ വലിയ പിഴവ് അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചതിലൂടെ. കാരണം സോവിയറ്റ് റഷ്യയെക്കുറിച്ച് കേട്ടറിവ്, കണ്ടറിവ്, പത്രങ്ങൾ, പ്രാവത, നമ്മുടെ സോവിയറ്റ് നാട്, ഇതെല്ലാം പറയുന്നത് അവിടെ ഉജ്ജ്വലമായ ഒരു ഭരണമായിരുന്നു എന്നാണ്. ആ ഉജ്ജ്വലമായ ഭരണം നമുക്കും വേണ്ടേ? അവരുടെയും മുദ്രാവാക്യം ഗരീബി ഹട്ടാവോ എന്നായിരുന്നു, ദാരിദ്ര്യം നീക്കുക. അപ്പോൾ അവർ അറിഞ്ഞിട്ടില്ല അതിൻ്റെ ഉള്ളറകൾ. അവിടെ സ്റ്റാലിനിസമാണ് എന്നവർ മനസ്സിലാക്കിയിട്ടില്ല, കമ്മ്യൂണിസമാണ് എന്നവർ വിചാരിച്ചു. അതുപോലെ സോഷ്യലിസം വന്നുകൊണ്ടിരിക്കുന്നു എന്നവർ വിചാരിച്ചു. നെഹ്റുവിനാണെങ്കിൽ സോഷ്യലിസം എന്ന ആശയത്തോട് വലിയ ആദരവും ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് പരീക്ഷിച്ചതായിരിക്കാം 2.5 വർഷക്കാലം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആകാം, അല്ലാതിരിക്കാം. ഏതായാലും സ്റ്റാലിനെക്കുറിച്ചൊരു കഥയുണ്ട്. ആ കഥ കേരളത്തിൽ ഇന്ന് വളരെ കൃത്യമായി യോജിക്കും എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുന്ദര പറയുന്ന ഒരു കഥയാണ്. സ്റ്റാലിൻ അധികാരത്തിൻ്റെ നടുനായകമാണ്. ജനാധിപത്യം അധികാരത്തിൻ്റെ വികേന്ദ്രീകരണമാണ്. ഗാന്ധി ആഗ്രഹിച്ച ജനാധിപത്യമാകട്ടെ ഓരോ പഞ്ചായത്തുകൾക്കും വലിയ അധികാരമുള്ള ഒരു ഘടനയായിരുന്നു. ഓരോ വ്യക്തിക്കും പ്രാധാന്യമുള്ള ഒരു സമൂഹ ഘടനയായിരുന്നു. പക്ഷേ ഇവിടെ ഏകാധിപത്യമാണ് ഉണ്ടായത്. ആ ഏകാധിപതി എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? അദ്ദേഹം തൻ്റെ മന്ത്രിസഭാംഗങ്ങളോട് തമാശ പറയുക, തമാശയല്ല കാര്യമായിട്ട് വീരവാദങ്ങൾ പറയുക. ഏത് വീരവാദവും പറയാൻ ഒരു ഏകാധിപതിക്ക് അംഗീകാരമുണ്ട്, കേട്ടിരിക്കും. അങ്ങനെ എന്താ പറയുന്നത്? ഒരു വൈകുന്നേരം ഞാൻ നടക്കാൻ പോയതാ. അങ്ങനെ നടക്കാൻ പോയപ്പോൾ ഒരു വൃക്ഷത്തിൽ 24 പക്ഷികൾ. എൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എപ്പോഴും ഒരു തോക്ക് കരുതും. അങ്ങനെ ഈ തോക്കിൽ 13 ഉണ്ടകളെ നിർഭാഗ്യവശാലുണ്ടായിരുന്നു. ഞാൻ 13 പക്ഷികളെ വെടിവെച്ച് വീഴ്ത്തി മടങ്ങി വീട്ടിൽ വന്ന് ബാക്കി 11 ഉണ്ടകൾ കൂടി എടുത്ത് പോയി മറ്റ് 11 പക്ഷികളെയും വെടിവെച്ച് വീഴ്ത്തി എന്ന് പറഞ്ഞിട്ട് നിശബ്ദരായിരിക്കുകയാണ് ഈ മന്ത്രിസഭാംഗങ്ങൾ. ബ്രഷ്നേവ് മെല്ലെ പുറത്തിറങ്ങി ബാത്റൂം വാതിൽ തുറന്ന് ശരിയായി കുറ്റിയിട്ട് ഉറപ്പല്ലേ എന്ന് നോക്കി പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഇതാണ് ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ. ഒരു ചിരിയും വരികയില്ല. അത്തരം ചിരിയില്ലായ്മ ഇവിടെയും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ കാണുക. പല തട്ടായി ഈ ജനാധിപത്യം ഇല്ലാതാവുകയാണ്. ജനാധിപത്യം ഉണ്ടാകുമോ? പൂർണ്ണമായി അത് സാധ്യമൊന്നുമല്ല. കാരണം ഇക്വാളിറ്റി പൂർണ്ണമായിട്ട് സാധിക്കുമോ? മാർക്സ് പോലും പറയുന്നത് സോഷ്യലിസം വന്നു കഴിഞ്ഞാൽ ആൾ അക്കോർഡിംഗ് ടു ഹിസ് നീഡ്സ്, ആൾ അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി. അപ്പോഴൊക്കെ സമത്വമല്ല. വ്യത്യസ്തതകൾക്കൊക്കെ അംഗീകാരമുള്ള ഒരു ഗാന്ധിയൻ സൊസൈറ്റി തന്നെയാണ് അപ്പോഴും രൂപം കൊള്ളുന്നത്. പക്ഷേ അവിടത്തേക്കുള്ള ലക്ഷ്യഭേദിയായ ഒരസ്ത്രമാണ് സോഷ്യലിസം എങ്കിൽ
ആ വഴിയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഭാവിയിൽ എന്നോ സംഭവിക്കാവുന്ന ഒന്നുമായി അനുരഞ്ജനത്തിലാണ് സോഷ്യലിസം എങ്കിൽ വർത്തമാനകാലത്തിൻ്റെ ആവശ്യങ്ങളുമായി അനുരഞ്ജനത്തിലാണ് ജനാധിപത്യം എന്ന്. ആ ജനാധിപത്യത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകയായ ഈ നാട്ടിൽ ഇപ്പോഴും ജനാധിപത്യം അവശേഷിച്ചിരിക്കുന്നു. ഫാസിസം നമ്മെ വിഴുങ്ങിക്കഴിഞ്ഞിട്ടില്ല. ലക്ഷണങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് പതുക്കെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിസാവകാശത്തിൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രതിരോധം തീർക്കാൻ എന്തു ചെയ്യും? അതിന് പ്രതിരോധം തീർക്കാൻ സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിൻ്റെ മാധ്യമത്തിൽ എന്തു ചെയ്തോ അതുപോലെ നാം നമ്മുടെ മാധ്യമങ്ങളിൽ ചെയ്യണം. രാഷ്ട്രീയ മാധ്യമമായിട്ടുള്ളവർ അതിൽ, സാഹിത്യം, കല, ഇതൊക്കെ മാധ്യമമായിട്ടുള്ളവർ അതിൽ. നമ്മൾ ജനാധിപത്യവാദികളായിരിക്കണം. അങ്ങനെ ജനാധിപത്യവാദികളാകുമ്പോൾ നാം മറ്റുള്ളവരുടെ, അതാണ് ഞാൻ വ്യക്തിയാണ്, എനിക്ക് താല്പര്യങ്ങളുണ്ട്, അതുപോലെ വ്യക്തിയാണ് മറ്റൊരാൾ. അയാളുടെ താല്പര്യങ്ങൾ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് എൻ്റെ താല്പര്യങ്ങൾക്ക് സാധുത ലഭിക്കുന്നത്. ഇങ്ങനെ ഒരു ചിന്തയോടുകൂടി തൻ്റെ മാധ്യമം അതിശക്തം ഈ ജനങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ തമാശയായിട്ട് അഴീക്കോടുള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അഴീക്കോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സദസ്സിലുള്ള ഒരാൾ ചായ കുടിക്കാൻ പോയാൽ അയാൾക്ക് മടങ്ങി വരുമ്പോൾ എന്തെങ്കിലും പറ്റുമോ, മുറിച്ച് കിടക്കുമ്പോൾ, റോഡ് മുറിച്ച് കിടക്കുമ്പോൾ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ആലോചിച്ച് അയാൾ തിരിച്ചു വന്നാലാണ് പൂർവാധികം ഭംഗിയോട് പിന്നീട് സുകുമാർ അഴീക്കോട് അത്രമേൽ കൺസേൺ ഉണ്ടായിരുന്നു ഈ സദസ്സിനോട്, ഈ സദസ്സിലെ മനുഷ്യരോട്. ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി അവർ തന്നോട് യു സെഡ് ഇറ്റ് എന്ന്, അക്കാലത്തെ ഏത് അനീതിയാണോ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ആ അനീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുകുമാർ അഴീക്കോട് സംസാരിച്ചു. അതിന് അദ്ദേഹത്തിന് ഗാന്ധി ഉണ്ടായിരുന്നു പിന്നിൽ, രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ടായിരുന്നു പിന്നിൽ, കവികളുണ്ടായിരുന്നു, കാളിദാസൻ ഉണ്ടായിരുന്നു. അത് പുതിയ ഫണ്ടമെൻ്റലിസ്റ്റുകൾ വായിക്കും പോലെ രാമായണം വായിച്ചതുകൊണ്ടായിരുന്നില്ല, പിന്നെ കവികൾ വായിക്കുന്നത് പോലെ രാമായണം വായിക്കുന്നത് കൊണ്ട്. എന്താണ് രാമനും തമ്മിലുള്ള വ്യത്യാസം? ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ത്യജിച്ച ഒരാൾ, വേദന അനുഭവിച്ച ഒരാൾ, രാജ്യത്തിന് വേണ്ടി സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച ഒരാൾ, അങ്ങനെ ഒരാളായിരുന്നു ഗാന്ധിയുടെ മാതൃക. എല്ലാ ആളുകൾക്കും ഒരു ഫൗണ്ടേഷണൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കേട്ട കഥ നിങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കും. അലക്സാണ്ടർ ചക്രവർത്തി ഇലിയഡ് എന്ന് പറയുന്ന കൃതിയുമായിട്ടാണ് ഓരോ യുദ്ധരംഗത്തേക്കും പോയിരുന്നത്. രാത്രി സമയത്ത് അദ്ദേഹം ഇലിയഡ് വായിക്കും. ഉന്മേഷം ആർജിച്ച് അദ്ദേഹം യുദ്ധം ചെയ്യും. ലോകത്തിൻ്റെ 3/4 33-37 വയസ്സാകുമ്പോൾ അദ്ദേഹം സ്വാധീനത്തിലാക്കിയെങ്കിൽ ഈ അക്കില്ലസ് എന്ന് പറയുന്ന ധീരനായ യോദ്ധാവിൻ്റെ കഥ വായിച്ചുകൊണ്ടാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷണൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു. ഗാന്ധിയുടെ ഫൗണ്ടേഷണൽ ലിറ്ററേച്ചർ ഹരിശ്ചന്ദ്ര നാടകമായിരുന്നു. അയാൾ അനുഭവിച്ചത് സത്യത്തിനു വേണ്ടി അത്രയധികമായിരുന്നു. അതുകൊണ്ട് സത്യത്തിനു വേണ്ടി യാതനയെ അനുഭവിക്കുന്ന ഒരു ജീവിതമായിരിക്കണം തൻ്റേത് എന്ന് ഈ ഫൗണ്ടേഷണൽ ലിറ്ററേച്ചറിൽ നിന്ന് ഗാന്ധി തീരുമാനിച്ചു. സത്യത്തിൻ്റെ മാർഗം മാത്രം പിന്തുടർന്നു, സത്യാന്വേഷണ പരീക്ഷകൾ മാത്രം നടത്തി. മധ്യവയസ്സാകുമ്പോൾ ആത്മകഥ എഴുതിയില്ല പിന്നെ. കാരണം ജനങ്ങൾക്കറിയാത്ത ഒരു നിമിഷവും എൻ്റെ ജീവിതത്തിലില്ലാത്തതുകൊണ്ട്. ആത്മകഥയിൽ നമ്മൾ വായിക്കുന്നത് രഹസ്യങ്ങളാണ്, വ്യക്തിയുടെ രഹസ്യങ്ങളാണ്, ഇതുവരെ വെളിപ്പെടാത്ത കാര്യങ്ങളാണ്. ഇതുവരെ വെളിപ്പെടാത്ത എന്തെങ്കിലും എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുറന്ന പുസ്തകമായി
സത്യം മാത്രം പറഞ്ഞുകൊണ്ട് ജീവിച്ചു. ഗാന്ധിയെ അനുസ്മരിക്കുക എന്നത് അഴീക്കോട് നിരന്തരം ചെയ്തു. ഒരു തവണയെങ്കിലും ഗാന്ധിയുടെ പേരുച്ചരിക്കാത്ത ഒരു പ്രഭാഷണവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ അദ്ദേഹം സേവാഗ്രാമിലാണ്. കുറച്ച് കഴിയുമ്പോൾ എപ്പോഴെങ്കിലുമായി വീണ്ടും അദ്ദേഹം ഗാന്ധിയെ ഉദ്ധരിച്ചു. സുകുമാർ അഴീക്കോട് യൂണിവേഴ്സിറ്റി അധ്യാപകനായിരുന്നു. ചെറിയ ശബ്ദത്തിലായിരുന്നു ആ പ്രഭാഷണങ്ങളൊക്കെ. അങ്ങനെ ഈ പ്രഭാഷണങ്ങളൊക്കെ പിന്നെ പിരിഞ്ഞതിന് ശേഷം ലോകരോടായി ആ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം പഠിപ്പിച്ചു. അല്ലെങ്കിൽ എന്താണ് കവിത, എന്താണ് കാളിദാസൻ എന്നൊന്നും നമുക്ക് സുകുമാർ അഴീക്കോടിൻ്റെ ഒരഭാവത്തിൽ നമ്മുടെ സദസ്യർ മനസ്സിലാക്കുമായിരുന്നില്ല. നിരക്ഷരരും സാക്ഷരരുമായ എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് സാധിച്ച ഒരു നവോത്ഥാനമുണ്ട്. 7 വർഷം ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സമസ്യയെ അദ്ദേഹം അതിൻ്റെ പഴുതുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാഗ്രതപ്പെടുത്തിക്കൊണ്ടിരുന്നു, ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയുള്ളമുള്ള ഒരാൾ മറ്റൊന്നുമല്ല. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് മറഞ്ഞു നിൽക്കാൻ അത്ര മെലിഞ്ഞിട്ടാണ് എന്നാണ് സുകുമാർ അഴീക്കോട് അദ്ദേഹത്തെക്കുറിച്ച് ധരിച്ചു വെച്ചിട്ടുള്ളത്. എനിക്ക് മറഞ്ഞു നിൽക്കാൻ ഈ മൈക്ക് മതി, പ്രസംഗം കൊണ്ട് പ്രതിരോധിക്കുകയാണ് ഞാൻ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് എൻ്റെ ആശയാഭിലാഷങ്ങളൊക്കെ. അദ്ദേഹം ചിന്തകനായിരുന്നു, തത്വം എഴുതിയിട്ടുണ്ട്, അധ്യാപകനായിരുന്നു. പക്ഷേ എല്ലാറ്റിനും ഇതേ പ്രഭാഷകൻ ആയിരുന്നു. പ്രസംഗിച്ച് 2 വിരലിങ്ങനെ പിടിച്ച് പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ശില്പമാണ് സുകുമാർ അഴീക്കോട്. നമ്മുടെ മനസ്സിൽ ആരും ഉണ്ടാക്കിയില്ലെങ്കിലും അവശേഷിപ്പിക്കുന്ന ആ ശില്പം ഇന്നും ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ഗാന്ധിയെയും ടാഗോറിനെയും ഒക്കെയാണ്. രാഷ്ട്രീയവും കവിതയും ഇടകലർത്തി എന്താണ് ഭാവുകത്വം എന്ന് നമ്മെ പഠിപ്പിച്ച ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയല്ല, മലയാളികളെ പഠിപ്പിച്ചു അദ്ദേഹം. ഒരു ദിവസം, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരു ദിവസം ഞങ്ങൾ 2 കൂടി ഒരു പ്രസംഗം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അന്നേരം എന്നോട് സുകുമാർ അഴീക്കോട് പറയുകയാണ്, നാരായണ, എന്താ ഒരു സങ്കടം എന്ന് വെച്ചാൽ അറിയും. ഞാൻ ഇങ്ങോട്ട് വരുമ്പം കൊയിലാണ്ടിക്ക് അപ്പുറത്തൊരു സ്ഥലത്ത് വെച്ച് അരിക്കുളം മറ്റായിരുന്നു ആ പ്രസംഗ സ്ഥലം. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു, കുറ്റിപ്പുറം പാലം കഴിഞ്ഞു, ഈ ഫറൂഖ് ചുങ്കം കഴിഞ്ഞു, കോഴിക്കോടെത്തിയോ, കൊയിലാണ്ടിയിലായോ. പക്ഷേ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഒരാൾ പോലും എന്നോട് അന്വേഷിക്കുകയില്ല അങ്ങ് എവിടെ എത്തി എന്ന്. ഏകാഗിയുടെ ഈ മടക്കയാത്രകൾ അദ്ദേഹം എത്ര പ്രസംഗം നടത്തിയോ അത്രയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇന്നായിരുന്നെങ്കിൽ വളരെ ഏകാഗിയാകുമായിരുന്നു എന്നാണ്, മറിച്ച് വാചാലമായി പ്രസംഗിക്കുമായിരുന്നില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ അഭാവം പോലും വേണ്ടാത്ത വിധത്തിൽ നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.